പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈസ്റ്ററാണ്. ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാ ക്രൈസ്തവ സഹോദരന്മാർക്കും എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ. കുരിശിൽ തറക്കപ്പെട്ട യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിനെയാണ് ഈസ്റ്റർ അനുസ്മരിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ അനുസ്മരിക്കേണ്ട ദിവസമാണ്. മനുഷ്യ വംശത്തിൻ്റെ മോചനത്തിനായി ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കും, മുൾക്കിരീടം പേറുകയും കുരിശിൽ പിടഞ്ഞു മരിക്കുകയും പിന്നീട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുവിനെ അനുസ്മരിക്കുന്ന ഈ ദിവസം ഞാൻ നിങ്ങളെ തലശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്, താല്പര്യപ്പെടുകയാണ്. ഇത് കാണുന്നതായിരിക്കും തലശ്ശേരിയിൽ എന്താണ് കർത്താവിന് കാര്യം എന്ന്. തലശ്ശേരിയിൽ അതിരൂപതയുണ്ട്, അവിടെ ആർച്ച് ബിഷപ്പുണ്ട്, അത് മാർ പാമ്പ്ലാനിയാണ് എന്നൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഞാൻ പക്ഷേ തലശ്ശേരി ഈ മതമേലധ്യക്ഷൻ്റെ അരമനയിലേക്കല്ല കൂട്ടിക്കൊണ്ടുപോകുന്നത്. തലശ്ശേരിയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലേക്കാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കാണ്. തലശ്ശേരിയിലെ ക്രിസ്തു എന്നറിയപ്പെടുന്നത് സാക്ഷാൽ സഖാവ് കാരായി രാജനാണ്. അദ്ദേഹം തലശ്ശേരിയിലെ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിന് ഇങ്ങനൊരു ബിരുദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സഖാവ് കാരായി രാജൻ എന്ന പേരിൽ മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും തസ്തികയുടെ പേര് മാറിയിരിക്കുന്നു. അദ്ദേഹം മനുഷ്യമോചനത്തിന് വേണ്ടി ജനിച്ച, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ പുനരവതാരമായി കാരായി ക്രിസ്തു അല്ലെങ്കിൽ തലശ്ശേരി ക്രിസ്തു എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏതാനും കൊല്ലം എന്ന് വെച്ചാൽ 10-20 കൊല്ലം മുമ്പാണ്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന കാലത്ത് ഒരു കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. ഫസൽ എന്നു പേരുള്ള ഒരു NDF പ്രവർത്തകൻ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഒരാൾ കൊല്ലപ്പെട്ടു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന തിയറി അനുസരിച്ച് RSSകാരെയാണ് എല്ലാവരും സംശയിച്ചത്. RSS BJP കാപാലികന്മാർ ഫസലിനെ കുത്തിക്കൊന്നു എന്ന ഒരു നറേറ്റീവ് വളരെ പെട്ടെന്ന് പടർന്നു പിടിച്ചു. പക്ഷേ RSSകാർ ഞങ്ങളല്ല എന്ന് പറഞ്ഞു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടുകാരെങ്കിലും അത് വിശ്വസിക്കണ്ടേ? അവരും വിശ്വസിച്ചില്ല. പോലീസുകാർ അന്വേഷിച്ചു. അപ്പോൾ സാമാന്യ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ചുമതല കിട്ടിയത്. അദ്ദേഹം RSSകാരെ ചോദ്യം ചെയ്തു, NDFകാരെ ചോദ്യം ചെയ്തു, ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇതിൽ പ്രതികളെന്ന് പറയുന്നത് CPMകാരാണ്. CPMകാരുടെ ഒരു പ്രവർത്തകനായിരുന്നു ഈ ഫസൽ. അയാൾ പിന്നീട് CPMുമായിട്ട് അകലുകയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരാളായിട്ട് മാറിച്ചു. അയാൾ സ്ഥലത്തെ തേജസ് പത്രത്തിൻ്റെ ഒരു വിതരണക്കാരൻ കൂടിയാണ്. ഇയാൾ പത്രവിതരണത്തിന് പോകുന്ന സമയത്താണ് CPMലെ സഖാക്കൾ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി പാതികിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം പുറത്തു വന്നു വിട്ട് അദ്ദേഹത്തെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി വന്നു. പിന്നെ ഈ മരിച്ച ഫസലിൻ്റെ ഭാര്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ സമീപിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അന്വേഷണം CBI ഏൽപ്പിച്ചു. CBIയുടെ അന്വേഷണത്തിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കമുള്ള CPMൻ്റെ നേതാക്കന്മാരെയും ഏതാനും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. ഇവർ ഗൂഢാലോചന നടത്തി അന്യായമായ സംഘം ചേർന്ന് ഫസലിനെ കൊലപ്പെടുത്തിയെന്നാണ് CBI പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായിട്ട് പുറത്തു വന്നില്ല, കാരണം വിചാരണ തുടങ്ങിയിട്ടില്ല. അപ്പോൾ കാരായി രാജൻ പ്രതി ചേർക്കപ്പെട്ടു. അദ്ദേഹം കുറേ കാലം ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ജാമ്യം കൊടുത്തപ്പോഴും അദ്ദേഹത്തോട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ളതായിരുന്നു ഉത്തരവ്. അങ്ങനെ പുള്ളി കുറേ ആൾ എറണാകുളത്ത് താമസിച്ചു. എറണാകുളത്ത് താമസിച്ചുകൊണ്ട് ഇദ്ദേഹം തലശ്ശേരി നഗരസഭയിലേക്ക് മത്സരിച്ചു, ജയിച്ചു. ചെയർമാനാകാൻ അനുവാദം ചോദിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, താനിപ്പോൾ അങ്ങനെ ചെയർമാനൊന്നും ആകണ്ട, താൻ എറണാകുളത്ത് തന്നെ താമസിച്ചാൽ മതി, തലശ്ശേരിയിലേക്ക് പോകാനായിട്ട് തനിക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളതാണ് ചരിത്രം. ഏതായാലും പിന്നീട് ജാമ്യ വ്യവസ്ഥ പിന്നെ ഉദാരമാക്കിയ അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ പുനഃപ്രവേശിച്ചു. ഇപ്പോൾ നിയമസഭയ്ക്ക് മത്സരിക്കുകയാണ്. മണ്ഡലം തലശ്ശേരി ആയതുകൊണ്ടും ചിഹ്നം അരിവാൾ ചുറ്റുവിയ നക്ഷത്രമായതുകൊണ്ടും സഖാവ് കാരായി ജയിക്കാനാണ് സാധ്യത. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇടത് തരംഗമണമെങ്കിൽ മന്ത്രിസഭ കാരണഭൂതൻ തന്നെയാണ് രൂപീകരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരൊക്കെ ചേർന്ന് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ വലിയ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. ചെറിയ ആളിലൊന്നുമല്ല അതിൽ പങ്കെടുത്ത്. നമ്മുടെ മുകുന്ദൻ ഇദ്ദേഹത്തെ വളരെ കാലമായിട്ട് പരിചയമുണ്ട്. സൗമ്യനായ സുസ്മേരവദനായ ഒരു പാർട്ടി സഖാവാണ്, മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഇദ്ദേഹം കൊലക്കേസിൽ പ്രതിയാണെന്നോ ഹൈക്കോടതിയുടെ
കർശന നിർദ്ദേശപ്രകാരം പുള്ളിക്ക് പല കാര്യങ്ങളിലും വിലക്കുണ്ട് എന്ന കാര്യമൊന്നും മൂന്നേട്ടന് അറിയാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിഞ്ഞാൽ തന്നെ അദ്ദേഹം ആ കാര്യം അറിഞ്ഞായിട്ട് ഭാവിക്കുന്നില്ല. ഇദ്ദേഹം ഒരു സൗമ്യനാണ്, മിതഭാഷിയാണ്, മൃദുഭാഷിയാണ്, സാംസ്കാരിക രംഗമായിട്ട് വലിയ അടുപ്പമുള്ളതാണ്, പുള്ളി ഒരു കവിയാണ് എന്നൊക്കെയാണ് മൂതം പറയുന്നത്. ഇനി മൂന്നനെ പോലെ മയ്യഴി പുഴയുടെ തീരങ്ങൾ എഴുതുമോ, അതോ കാരായി രാജൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ SPCS വഴി പ്രസിദ്ധീകരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ കാരായി രാജനെക്കുറിച്ച് മൂന്നും പറയുമ്പോൾ പാർട്ടിയുടെ ഉപ്പും ചോറും തിന്ന് കഴിയുന്ന വേറൊരു സാഹിത്യകാരൻ, അദ്ദേഹത്തിന് ഒരു അശോകൻ ചെരുവില്ലെന്നാണ്. അദ്ദേഹം ഇതിനേക്കാൾ കൂടി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് കാരായി രാജന് ഒരുപാട് കാലമായിട്ട് അറിയാം. ആൾ വലിയ ത്യാഗിയാണ്, നിഷ്കളങ്കനാണ്, നിരപരാധിയാണ്. പുള്ളി ഒരു കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് CBI. അദ്ദേഹം ഇതിൻ്റെ അകത്തുനിന്ന് സത്യം തെളിയിച്ച് പുറത്തു വരും എന്നുള്ളതിൽ പുള്ളിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ കാരായി രാജനെ കാണുമ്പോഴൊക്കെ അശോകൻ ചെരുവിലിന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മനോമുകുരത്തിൽ തെളിയുന്നത് ക്രിസ്തുവിൻ്റെ രൂപമാണ്. കാരണം ക്രിസ്തുവിനെ പോലെയാണ് കാരായി രാജൻ. മനുഷ്യവർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മനുഷ്യൻ. അദ്ദേഹത്തെ മുൾക്കിരീടം അടിയിച്ചു, അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ടടിച്ചു, അദ്ദേഹത്തിൻ്റെ തോളിൽ വലിയ ഒരു കുരിശെടുത്ത് വെച്ചു, മല കയറിക്കോളം പറഞ്ഞു. അത് കഴിഞ്ഞതാ അദ്ദേഹത്തെ കുരിശിൽ തറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹീനകൃത്യം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അശോകൻ ചെരുവിലിനെ പോലെയുള്ള ചിന്തകന്മാർക്ക് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയും അത് ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അതിനേക്കാൾ ഉപരി ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഭാഗമായിട്ടാണ് മുകുന്ദൻ ഇതുപോലെ ഒരഭിപ്രായം നേരത്തെ പറഞ്ഞെങ്കിൽ അതേ ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അശോകൻ ചെരുവിലിനെ പോലൊരു മഹാൻ ഇദ്ദേഹത്തെ ക്രിസ്തുവിനോട് ഉപമിച്ചുകൊണ്ട് ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ക്രിസ്തുദേവൻ ആൾ ഭാഗ്യവാനാണ്. ഈസ്റ്റർ ദിവസം നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. കാരായി രാജൻ്റെയൊക്കെ നിലവാരത്തിലേക്ക് എത്താനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ക്രിസ്തുവിനെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജിൽ കൊടി സുനിയുടെ നിലവാരത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ പ്രത്യാശ.